വെച്ചിട്ട് നല്ല അടിപൊളിയൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇനി അങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. നമുക്ക് ആദ്യം അത് ഉണ്ടാക്കാനുള്ള മാവ് കലക്കിയേക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ 2 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, 250 ml കപ്പ് കൊണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് ഇഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എല്ലാതും ഒന്ന് മിക്സായി വരട്ടെ കടലമാവിൻ്റെ കൂടെ. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിയിൽ കലക്കിയെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇപ്പം നമ്മുടെ മാവ് കലക്കി കഴിഞ്ഞ് ഈ രീതിയിൽ വേണം കലക്കാൻ. വല്ലാതെ കട്ടിയാവാനും പാടില്ല, വല്ലാതെ ലൂസാവാനും പാടില്ല. അതിൻ്റെ ഇട തരത്തിൽ വേണം കലക്കാൻ. കണ്ടില്ലേ? നീ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ 6 കോഴിമുട്ട പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി 2ആയിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെ എടുത്ത് നേർപാതിയാക്കി മുറിക്കണം. കണ്ടില്ലേ? കറക്റ്റാ വന്ന്. ഇതിവിടെ വെക്കാം. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാത്രത്തിൽ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മഷി പോലെ ആക്കിയെടുക്കാം, ഉടച്ചിട്ട്. ഇത് കണ്ടില്ലേ? ഇതേപോലെ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ മീഡിയം സൈസിൽ 2 ഉള്ളി കുനുകുന അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കിര മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊക്കെ പാടൊന്ന് കുഴച്ചെടുക്കാം. മസാലകളും ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് കുഴഞ്ഞ് വരട്ടെ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടേനെ നമ്മൾ പാതിയാക്കി വെച്ചില്ലേ, അതിലിനി പകുതി മസാല വെച്ചിട്ട് 1 കോഴിമുട്ടയുടെ രൂപത്തിലാക്കിയെടുക്കാം. ഇതിങ്ങനെ കുറച്ച് മസാല എടുത്ത് ഇതിലിങ്ങനെ പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കോഴിമുട്ടയുടെ വലിപ്പത്തിൽ നമ്മൾ പാതി മുട്ട എടുത്തല്ലോ, അതുകൂടി ആക്കിയതുപോലെ 1 കോഴിമുട്ടയാക്കി എടുക്കുക. ഇത് കണ്ടില്ലേ? എല്ലാം നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാം. അങ്ങനെ ഒക്കെ ഇതാ പൊതിഞ്ഞ് മുട്ടയുടെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി പൊരിക്കാം. അത് പൊരിക്കാൻ വേണ്ടി ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. നമ്മൾ മുക്കി ഇടുന്ന സാധനം അതിൽ മുങ്ങി നിൽക്കണം കേട്ടോ, എണ്ണയിൽ മുങ്ങി നിൽക്കണം. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരെണ്ണ എടുത്തിട്ട് ഒന്നുകൂടി ഇതാക്കിയിട്ട് ഈ മാവിലിങ്ങനെ ഇട്ട് ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കുക. എല്ലായിടത്തും മുങ്ങണതുപോലെ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് നമുക്ക് അതേപോലെ ഇട്ട് കൊടുക്കാം. ഇതിലിടുമ്പോൾ എണ്ണ ഈ മുട്ടയിൽ മുങ്ങി നിൽക്കണം കേട്ടോ. ഞാനിവിടെ ഇട്ടിട്ടുള്ളത് 2 എണ്ണമാണ്. ഇത് നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
കണ്ടില്ലേ മക്കളെ, പൊന്തി നല്ല പൊതിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ എല്ലാതും പൊരിച്ചെടുക്കാം. ഇതേപോലെ മുക്കി എണ്ണയിലിടുമ്പോൾ മസാലയിൽ പിടിക്കരുത്, ഇങ്ങനെ മുട്ടയിൽ വേണം പിടിക്കാൻ. കണ്ടില്ലേ? ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മസാലയിൽ പിടിച്ചാൽ ഇത് പൊട്ടിപ്പോവും, അതുകൊണ്ടാണ് മസാലയിൽ പിടിക്കരുത് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ 12 മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. നമ്മൾ ബജ്ജി കടയിലൊക്കെ പോയാൽ ഒരു ചമ്മന്തി തൊട്ട് തിന്നാൻ തരുമല്ലോ, അതേപോലത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളി. അത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലെ തക്കാളി. അതും ഇതിൻ്റെ പോലെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക്, അതും ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇത് ലേശം എരിവ് വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനി നമുക്കിതൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലൊരു 2 ടീസ്പൂണ് സുർക്കയും ഒഴിച്ചു കൊടുക്കുക. സുർക്ക എന്ന് പറയുന്നത് വിനാഗിരിയാണ് കേട്ടോ മക്കളെ. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തിയാണ് നമ്മൾ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ ബജിയുടെ കൂടെ തരുന്ന ചമ്മന്തി. കണ്ടില്ലേ? നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ മക്കളെ. അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ട മസാല ബജിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട മസാല ബജി റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.